ഹലോ, വെൽക്കം ടു അവർ ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 77 ടാറോട്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽ ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടും തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക 3 ടൈംസ്. നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, 3 ടൈംസ് അവരുടെ പേര് പറയുക. ഒരു ടൈം ഇത് Divine, please guide me and the viewers and the person's current feelings എന്താണ്. നമുക്ക് കുറച്ച് കാർഡ്സ് എടുക്കാം കേട്ടോ, അതിനുശേഷം റീഡിങ്സ് പറയാം. ഫസ്റ്റ് കാർഡ് 2 ഓഫ് സോർഡ്സിന്റെ എനർജീസ് ആണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഡെവിലിന്റെ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഡെവിലിന്റെ കാർഡ് കാണിക്കുന്നില്ല, കോപ്പിറൈറ്റ് വരും, ഏജ് റിസ്ട്രിക്ഷൻ വരും. അതുകൊണ്ട് 9 ഓഫ് വാൻസ് ആണ് മൂന്നാമത്തെ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. Give me one card, Divine. Give me one card, only one card. 6 of wands. Okay, fine. Then okay, page of pentacle, 7 of wands, page of pentacle and energies, 5 of cups, then 3 of wands. Bottom of the deck, this star card ആണ് ബോട്ടംസിൽ വന്നിട്ടുള്ളത്. അതൊരു നേക്കഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയതുകൊണ്ട് അത് കാണിച്ചാൽ എക്സിബിഷൻ വരും, അതുകൊണ്ട് കാണിക്കുന്നില്ല. ഓക്കെ, സോ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്ത് പോകും കാർഡ്സിനെ. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നല്ല രീതിക്ക് കൺഫ്യൂസ്ഡ് ആണ് ഈ ഒരു വ്യക്തി. എക്സാക്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തിക്ക് എന്തൊക്കെയോ റിഗ്രഷൻ ഉണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഓർത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുള്ള രീതിക്കായിരിക്കാം. എന്തായാലും ഈ വ്യക്തിക്ക് ഒരു ടൈമിൽ ഒരു റിഗ്രഷന്റെ എനർജിയാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു വ്യക്തി ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻസിൽ, അതിപ്പം എന്തും ആയിക്കോട്ടെ, മേ ബി ഇവര് ഇപ്പൊ നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആണ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതർ സിറ്റുവേഷൻസ് ആണ്. ഇപ്പം ആയിരിക്കുന്ന എന്ത് സിറ്റുവേഷൻസും ആയിക്കോട്ടെ, അതൊരു മാരേജ് ഫംഗ്ഷനിലായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ അടിച്ചു പൊളിക്കുകയായിരിക്കാം. എന്നിട്ടും ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരു ഹാപ്പിനെസ് ഇല്ല എന്നുള്ള ഒരു എനർജീസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ടോട്ടലി ഡൗൺ ആയിട്ടുള്ള ഒരു എനർജിയാണ് ഈ ഒരു വ്യക്തിയുടെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുള്ളത്. ഓക്കെ, നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. Why here is 2 of swords, Divine? Why here is 2 of swords? Possibilities and participation. Okay, fine. ഇവിടെ ഈ ഒരു പോസിബിലിറ്റീസിന്റെ കാർഡാണ് നമ്മുടെ 2 ഓഫ് സോഴ്സിനെ ക്ലാരിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു കാർഡ്സിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയും എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ നിങ്ങളുമായിട്ട് കണക്ട് ആവാനായിട്ട് എന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത് ഈ ഒരു മൊമെന്റിൽ. അത് മാത്രമല്ല, ഇവിടെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നേരത്തെ ഈ ഒരു വ്യക്തി ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്തിട്ടില്ല. നിങ്ങളായിരിക്കും എപ്പോഴും ഒരു ഗിവറിന്റെ എനർജിയിൽ ഇരുന്നിട്ടുള്ളതെങ്കിൽ ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജീസ് ആണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യണം എന്നുള്ള ഒരു തോട്ട്സ് ആളുടെ മൈൻഡിൽ വരുമ്പോൾ പോലും ആളിവിടെ നല്ല രീതിക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. എന്നാലും ആക്ഷൻ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ഇവിടെ ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ആളുടെ മൈൻഡിൽ വരുന്നുണ്ടെങ്കിലും പിന്നീട് വീണ്ടും ഈ ഒരു വ്യക്തി കൺഫ്യൂസ്ഡ് ആണ്. വേണോ വേണ്ടയോ എന്നുള്ള ഒരു എനർജീസിലാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഇവിടെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. പക്ഷെ ആ ഒരു ഫീലിങ്സിനെയും ഇമോഷൻസിനെയും ഈ ഒരു വ്യക്തി ബ്ലോക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ബ്ലോക്കിംഗ് ഇമോഷൻസ് എന്ന് നമ്മൾ പറയത്തില്ലേ, സോ ആ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ നമ്മുടെ ഈ ഒരു പേഴ്സന്റെ ഫീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, വേണം എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഈ ഒരു വ്യക്തി കണ്ടില്ലേ, കണ്ണ് കെട്ടിയിരിക്കുകയാണ്. വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു സോഴ്സ് താഴെ വെച്ചിട്ട് ആൾക്ക് ആ ഒരു കണ്ണ് കെട്ടി വെച്ചിരിക്കുന്ന അഴിച്ചിട്ട് ആൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ എടുക്കാം. പക്ഷെ ആളതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, കണ്ണുകെട്ടിയിരിക്കുകയാണ്, പ്രത്യേകിച്ച് അതിലൊന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു മട്ടും ഭാവത്തിലിരിക്കുന്നത്. പക്ഷെ വേണമെങ്കിൽ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലുള്ള ഒരു ഇമോഷനെ ബ്രേക്ക് ചെയ്യാനായിട്ടും ഒരു തീരുമാനം എടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടാവും. പക്ഷെ പലപ്പോഴും പല മനുഷ്യരും ആ ഒരു ബ്ലൈൻഡ് ഫോൾഡ് എടുത്ത് ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, അവരതിൽ തന്നെ ഇരിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ആ ഒരു എനർജീസ് ആണ് ഇവിടെ ഈ ഒരു വ്യക്തിയുടെ നമ്മുടെ പേഴ്സന്റെയും എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. സയൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും ജെമിനി, ലിബ്ര, അക്വേരിയസ്. ഓക്കെ,
എയർ സൈൻ ആക്റ്റീവ് ആണ്. പിന്നെ നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ളത് കാപ്രിക്കോൺ എനർജീസ് ആണ്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, എർത്ത് സൈൻ എനർജീസ്. Why here is devil divine completion. ഓക്കെ, ഡെവിൽ കാർഡ് ഞാൻ കാണിക്കുന്നില്ല. ഈ ഡെവിലിന്റെ കാർഡ് ഇവിടെ കാണിക്കുന്നുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീഷന്റെ കാർഡാണ് ഡെവിലിനെ ക്ലാരിഫൈ ചെയ്യുന്നത്. എഗെയിൻ ഇവിടെ 3 of Wands ആണ് നമ്മുടെ ഈ ഒരു കാർഡിനെ ക്ലാരിഫൈ ചെയ്ത് വന്നിട്ടുള്ളത്. സോ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വല്ലാത്തൊരു മാഗ്നറ്റിക് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു സെക്ഷൽ അട്രാക്ഷൻ ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ഒബ്സഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ എന്തോ ഔട്ട്സൈഡ് ആയിട്ടുള്ള ഫോഴ്സസ് റെസ്ട്രിക്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും ബ്ലാക്ക് മാജിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് ഇൻഫ്ലുവൻസ്, നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കാം ഈ ഒരു വ്യക്തിയുടെ ലൈഫിലുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു എനർജീസ് ആയിരിക്കും ഇവിടെ. ആരോ ഒരാള് ഒരു ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സസ് അത് എന്തോ ഒന്ന് ഈ ഒരു വ്യക്തിയെ തടഞ്ഞു നിർത്തുകയാണ്. നിങ്ങളിലാണ് ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണെന്നുള്ള ഒരു തോട്ട്സ് ആൾക്ക് വരുമ്പോൾ പോലും ഒരു പക്ഷെ അത് ഈ വ്യക്തിയുടെ ഈഗോ ആവാം, ആറ്റിറ്റ്യൂഡ് ആവാം. ചില ആളുകൾക്ക് താഴ്ന്നു കൊടുക്കുന്നതിനോട് ഒട്ടും ഇഷ്ടം ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ഒരു എനർജി ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ ഒരു പക്ഷെ ഇയാളുടെ ഒരു തോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് എന്റെ ഡെസ്റ്റിനിയെ കൺട്രോൾ ചെയ്യുന്നത്, എന്റെ ലൈഫിനെ കൺട്രോൾ ചെയ്യുന്നത് ഞാനാണ്, അല്ലെങ്കിൽ എന്റെ ഇമോഷൻസോ എന്റെ ഫീലിങ്സോ അല്ല. ഒരിക്കലും ഞാൻ എന്റെ ഇമോഷൻസോ ഫീലിങ്സോ കൊണ്ടോ യാതൊരു ഡിസിഷൻ എടുക്കത്തില്ല എന്നുള്ളൊരു തോട്ട്സ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അതും ആകാം ഈ ഒരു കണക്ഷന്റെ റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു ഔട്ട്സൈഡ് ഫോഴ്സസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതർ പേഴ്സൺ ആവാനായിട്ടുള്ള സാധ്യത, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലാക്ക് മാജിക് എനർജീസ് ആവാനായിട്ടുള്ള സാധ്യത ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമില് നിങ്ങളോട് ഈ അഡിക്ഷൻ തോന്നുന്ന ഈ ഒരു ടൈമിൽ ഇവരുടെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഒരു നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി ഒരു കമ്മിറ്റഡ് ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ ലോയൽ ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനോട് ഇരിക്കണം എന്ന് ഈ ഒരു വ്യക്തി ആ ഒരു ടൈമിൽ ചിന്തിക്കുന്നുണ്ടാവും. കാരണം നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെട്ടു പോവാത്തക്ക രീതിയിൽ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ നിങ്ങളെ വെക്കണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇവർ ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രയോറിറ്റി എന്നുള്ള ഒരു എനർജിയിൽ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു ഈ ഒരു ടൈമിൽ. കാരണം നിങ്ങളെന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിക്ക് ഇവരുടെ ലൈഫിൽ എല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു ഇൻകംപ്ലീഷൻ ആ ഫീൽ ചെയ്യുന്നത്, ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത്. ലൈക്ക് എല്ലാവരും ഉണ്ട്, ഫാമിലി ഉണ്ടാവാം, അല്ലെങ്കിൽ കുട്ടികളുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അതർ സിറ്റുവേഷൻസ് എല്ലാം ഇവരെ ഹാപ്പി ആക്കുന്ന രീതിക്കുള്ള മെറ്റീരിയലിസ്റ്റിക് ഗുഡ്സ് എല്ലാം ഇവരുടെ ലൈഫിൽ ഉണ്ടെങ്കിലും ഇവർക്ക് ഒരു മിസ്സിംഗ് ഫീൽ ആണ്. സംതിങ് ഈസ് മിസ്സിംഗ്, എന്നിൽ നിന്ന് എന്തോ ഒന്ന് മിസ്സിംഗ് ആണ്. കണ്ടില്ലേ ഈ ഒരു എനർജി ഇല്ല, ഈ ഒരു വ്യക്തി എന്തോ ഒന്ന് മിസ്സിംഗ് ആണ്, എന്റെ അടുത്തും എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ട് എനിക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, എന്റെ ലൈഫിലുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും അതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാനോ അതിലൊന്നും ഹാപ്പി ആയിട്ടിരിക്കാനോ എനിക്ക് പറ്റുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. ശരിക്കും ഒരു ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു എനർജി, ഒരു സന്തോഷം ഇല്ലായ്മ. വൈ ഹിയർ ഈസ് 9 of Wands ഡിവൈൻ. ചേഞ്ച്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഈ ഒരു വ്യക്തി വല്ലാത്തൊരു ഡിസപ്പോയിന്റ്മെന്റിന്റെ എനർജിയിലാണ്. ഇത് കണ്ടില്ലേ, ഒരുപക്ഷെ നിങ്ങളുമായിട്ട് സെപ്പറേഷനിലായിരിക്കുന്ന ടൈമിൽ ആള് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇതിപ്പം ഞാനിപ്പം ആയിരിക്കുന്ന സിറ്റുവേഷൻസിൽ ജസ്റ്റ് ഒന്ന് പോകുന്നതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഓക്കെ, അത് ഒരുപക്ഷെ എന്താ പറയാ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് എനിക്ക് എന്നെ ചേഞ്ച് ആക്കാൻ പറ്റുമായിരിക്കും എന്ന് ഈ ഒരു വ്യക്തി ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഈ ഒരു വ്യക്തി ആ ഒരു സിറ്റുവേഷൻസിൽ നിൽക്കുന്ന ആ ഒരു ടൈമിൽ പോലും അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ്, അപ്പൊ നിങ്ങളുമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങളാണോ ആ ഒരു പ്രശ്നങ്ങളെ സോർട്ട് ഔട്ട് ചെയ്യണം ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഒരു ചേഞ്ച് വേണം ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു എനർജിയിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു ചേഞ്ച് വേണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു എനർജീസ് ആണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ട്രാവലിംഗിന്റെ കാർഡ് കാണിക്കുന്നുള്ളതും സിറ്റുവേഷൻസിനനുസരിച്ച് ചേഞ്ച് ആവുന്ന ഒരു എനർജിയാണ്. ഈ ഒരു വ്യക്തി സിറ്റുവേഷൻസ് ഒരു പക്ഷെ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഇരുന്ന സമയത്ത് നിന്നിട്ടുണ്ടാവും, അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ റിലേഷനെ ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഈ റിലേഷനെ മൂവ് ചെയ്യണം എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നൈസ് ആയിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളെ സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങളെ ചിലരെയൊക്കെ പിടിച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം. ആ ഒരു എനർജീസ് ഒക്കെയാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സണും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ലോങ് ഡിസ്റ്റൻസ് ആവാനായിട്ടുള്ള സാധ്യതയാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്.
നിങ്ങൾ മേ ബി ഈ ഒരു വ്യക്തി നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും ജോബിന് വേണ്ടിയിട്ട് വന്നതായിരിക്കാം, വേറെ എങ്ങോട്ടെങ്കിലും ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ നാട്ടിൽ ഒരു ഫോറിൻ കൺട്രിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്, നാട്ടിൽ വന്നിട്ട് ഇവർ തിരിച്ച് വീണ്ടും ഇവർ ജോലി ചെയ്യുന്നിടത്തേക്ക് പോയിട്ടുണ്ടാവാം. ഓക്കെ, സംതിങ് ഈസ് റിലേറ്റഡ് ടു ട്രാൻസ്ഫർ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന ആ ഒരു ടൈമിലായിരിക്കാം മീറ്റ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് കണ്ട ആ ഒരു ടൈം, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ അവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു ടൈമില് നിങ്ങൾക്ക് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ഈ ഒരു വ്യക്തിയോട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു ജന്മങ്ങളായിട്ടുള്ള ഒരു കണക്ഷൻ എന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ എനർജിയിൽ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ആ ഒരു എനർജീസും എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ആൻഡ് വൈ ഹിയർ ഈസ് 6 ഓഫ് സോറി, കുറച്ച് ഏറെ കാർഡ്സ് അങ്ങ് വീണു, പക്ഷെ നമ്മൾ ഇത്രയും കാർഡ്സ് എടുക്കുന്നില്ല. വൈ ഹിയർ ഈസ് 6 ഓഫ് സോർഡ്സ് ഡിവൈൻ. ഒരു ഐസൊലേഷൻ സ്റ്റേറ്റിലാണ് ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ ഉള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ഇപ്പൊ ഇവരായിരിക്കുന്ന സിറ്റുവേഷൻസിൽ, അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, നിങ്ങളുടെ പേഴ്സൺ ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തോ ട്രാവൽ ചെയ്ത് നിങ്ങളുടെ കൂടെ ആയിരിക്കാം ഫസ്റ്റിലെ ഉണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു ടൈമിൽ അത് ട്രാവൽ ചെയ്ത് വേറെ ഏതെങ്കിലും കൺട്രീസിലേക്ക് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു ടൈം ഇവർക്ക് ഈ ഒരു സെപ്പറേഷൻ ഫേസ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന ഈ ഒരു ടൈം, ഇത് ഈ ഒരു വ്യക്തിയെ നല്ല രീതിക്ക് അവർക്ക് വല്ലാത്തൊരു ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ് ഫീൽ ചെയ്യുന്നത്. അവർക്ക് അതിനെ ഹീൽ ചെയ്യാനായിട്ടോ, അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു മെമ്മറീസ്, ആ ഒരു മൊമെന്റ്സിനെ അതിനെ ഓവർകം ചെയ്യാനായിട്ടോ ഈ ഒരു വ്യക്തിക്ക് പറ്റുന്നില്ല എന്നുള്ള ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. മാക്സിമം ഇവർ ഇതിന് റൺ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം, ഓടാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. പക്ഷെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഇവർക്കുള്ള ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ ഇവർക്കായിരിക്കുന്ന ഇമോഷൻസിന് ഈ ഒരു വ്യക്തിക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. സോ ഇവിടെ ഐസൊലേഷൻ ഫേസിന്റെ എനർജീസ് ആണ് നമുക്ക് ഇവിടെ കാർഡ്സിൽ വന്നിട്ടുള്ളത്. പക്ഷെ ഒരു ഐസൊലേഷൻ പീരീഡിലൂടെ ആയിരിക്കാം ഈ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരവിച്ച അവസ്ഥ, എന്തോ ചെയ്യണം എന്നറിയാതെ ഒരു മരവിച്ച അവസ്ഥയിലൂടെ ആയിരിക്കാം ഈ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം, ഒരു സ്റ്റെബിലിറ്റി വേണം. പക്ഷെ എന്നാൽ പോലും ആ ഒരു വ്യക്തിക്ക് ഒരു സോളിഡ് ഓഫർ തരാനായിട്ടോ, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കാനായിട്ടോ പറ്റാത്തൊരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ ഒരു വ്യക്തിയുടെ സോളും ഈ ഒരു വ്യക്തിയെ ഗൈഡ് ചെയ്യുന്നുണ്ടാവും. ലെറ്റ്സ് ഗോ എന്നുള്ള ഒരു എനർജിക്ക്, ലൈക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരും, നിങ്ങളുടെ അടുത്തേക്ക് വാ, അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു എനർജിയിലേക്ക് ഇങ്ങനെ എന്താ പറയാ, നമ്മുടെ മനസ്സ് നമ്മളെ പലതരത്തിലും ഇന്നർ വോയിസ് ഒന്ന് പറയും, പക്ഷെ നമ്മുടെ മൈൻഡ് വേറൊരു കാര്യമായിരിക്കും പറയുന്നുള്ളത്. അപ്പം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇന്നർ വോയിസ് ഇവരെ ഗൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത്. ബൈ ഹിയർ 5 ഓഫ് കപ്സ് ഡിവൈൻ. ഇവര് ഓൾറെഡി ഈ ഒരു റിലേഷൻഷിപ്പിൽ ലോട്ട് ഓഫ് ചാലഞ്ചസ് വന്നിട്ടുണ്ട്, ഒത്തിരി അധികം പ്രോബ്ലംസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രോബ്ലംസിന്റെ ഇടയ്ക്കും ഈ ഒരു കണക്ഷൻ ഗ്രോ ആയിട്ടുണ്ട്. പലപ്പോഴും ഈ ഒരു കണക്ഷൻ ബ്രേക്ക് ആയി പോകും എന്നുള്ള സിറ്റുവേഷൻസ് വന്നതിന് ശേഷവും ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ബ്രേക്ക് ആയിട്ടില്ല എന്നുള്ളതാണ്. വീണ്ടും ഇതൊരു ഗ്രോ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഈ ഒരു ഫ്ലവർ ഗ്രോ ചെയ്യുന്നത് പോലെ ഈ ഒരു കണക്ഷനും ഗ്രോ ചെയ്തിട്ടുണ്ടാവും. കറേജിന്റെ കാർഡാണ് നമുക്ക് ബോട്ടംസിൽ വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു വ്യക്തി ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഉള്ള എല്ലാ പ്രോബ്ലംസും എങ്ങനെയെങ്കിലും ഓട്ടോമാറ്റിക്കലി സോർട്ട് ഔട്ട് ചെയ്ത് ഇതിൽ ചേഞ്ച് കൊണ്ടുവരണം ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇവരുടെ ഒരു എനർജീസ് നോക്കുവാണെങ്കിൽ ഇവർക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണമെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസിബിലിറ്റീസ് ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്താലും അവിടേക്ക് ആക്ഷൻ എടുക്കാനുള്ള ഒരു ധൈര്യം ഈ ഒരു വ്യക്തിക്ക് ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പം ധൈര്യം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്നർ സ്ട്രെങ്ത് ആണ്. അപ്പൊ ഒരു ഇന്നർ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാത്തിനും ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഈ ഒരു വ്യക്തിക്ക് ഒരു ഇന്നർ സ്ട്രെങ്ത് ഇല്ലായ്മ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. റിബലിന്റെ കാർഡാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ ആയിരിക്കുന്ന എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിലും ആ ഒരു സിറ്റുവേഷൻസിനെ ബ്രേക്ക് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു കണക്ഷനിലേക്ക് ഒരു റീബർത്ത് വേണം ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവരുടെ മൈൻഡിൽ എത്രയൊക്കെ തോട്ട്സുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ഇവിടെ നമുക്ക് സ്ട്രോങ് ആയിട്ട് കാണാൻ പറ്റുന്ന ഇവിടെ ഒരു ബൗണ്ടറിയാണ്. നിങ്ങളുടെ അടുത്തേക്ക് സ്ട്രോങ് ആയിട്ട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ പിടിച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ പിടിച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ എന്തായാലും ഇവിടെ ഒരു ബ്ലോക്കിങ്ങിന്റെ എനർജീസ്, അല്ലെങ്കിൽ അത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ഈക്വൽ ഗിവൻറ്റേക്ക് ചെയ്യാതിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻസ് വല്ലാത്ത ഒരു ബേർഡൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വലിയൊരു എന്താ പറയാ, ഇയാളുടെ ഷോൾഡറിൽ കുറെ ഭാരം ആരോ കൊണ്ടുവച്ചിരിക്കുന്ന ആ ഒരു ഭാരം എടുത്തു മാറ്റാനും പറ്റുന്നില്ല, അത് ചുമന്നുകൊണ്ട് നടക്കാനും പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയല്ല ഈ ഒരു വ്യക്തി നിൽക്കുന്നുള്ളത്. ബട്ട് എന്നാലും നിങ്ങളെ ബ്ലോക്ക് ചെയ്തായിരിക്കും വേണ്ടിയിട്ടുള്ളത്, നിങ്ങൾക്ക് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടായിരിക്കും. പക്ഷെ ഇവരുടെ മനസ്സിലുള്ള ഈ ഒരു ഫീലിങ്സ് എന്താണെന്നോ, അല്ലെങ്കിൽ എക്സാക്ട് നിങ്ങൾക്ക് വേണ്ടി എന്ത് ഫീൽ ചെയ്യുന്നു, ഈ ഒരു സെപ്പറേഷൻ ഫേസ് അവർക്ക്
എത്രമാത്രം ഹാർഡ് ആയിട്ടുള്ളതാണെന്നോ ഒന്നും തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ സോഴ്സിന്റെ കാർഡ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടം ഓഫ് ദി ഡെക്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് എന്തെങ്കിലും പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉണ്ടായിരിക്കുന്നു. സ്റ്റാർ കാർഡ് ബോട്ടംസിൽ വന്നപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തി ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കണം. അതുകൊണ്ടാണ് ഇത്രയും ഇന്റൻസ് ആയിട്ടുള്ള നിങ്ങൾക്കും അത് പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ഒത്തിരി മറക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കാം. പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നുള്ള ഒരു എനർജി പിടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ ഇത് മാരിറ്റൽ റിലേഷൻഷിപ്പും ആയിരിക്കാം. നിങ്ങൾക്ക് മുന്നോട്ടൊരു ഭാവിയോ ഫ്യൂച്ചറോ ഒന്നും ഇല്ലാത്ത ഒരു ബന്ധമാണെങ്കിൽ പോലും നിങ്ങളെ വല്ലാണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ വല്ലാണ്ട് പിടിച്ചു കുലുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ നിൽക്കാനും പറ്റുന്നില്ല, മൂവ് ഓൺ ചെയ്യാനും പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഈ ഒരു കണക്ഷൻ ഇവിടെ കറന്റ്ലി ഉള്ളതെന്നാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇവരുടെ ഒരു ഇമോഷൻസും ഫീലിങ്സും ആണെങ്കിൽ പോലും ആക്ഷൻ എടുക്കണം, ചേഞ്ചസ് വേണം എന്നുള്ള ഒരു എനർജി തന്നെയാണ്. പക്ഷെ ഒരു ആക്ഷൻ എടുക്കാനും ചേഞ്ച് കൊണ്ടുവരാനായിട്ടും വേണ്ടിയിട്ട് ഇവരിപ്പോ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം അവസാനിച്ചു. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ ഞാൻ എങ്ങനെ ആക്ഷൻ എടുക്കും എന്നോർത്തിട്ട് ഈ ഒരു വ്യക്തി ഇവിടെ ഇങ്ങനെ ഒരു റിഗ്രഷൻ ഈ ഒരു എനർജിയിൽ നിൽക്കുന്നതാണ്. ഈ ഒരു വ്യക്തി 3 കപ്സ് നോക്കി നിൽക്കുകയാണ്. പക്ഷെ ബാക്കിൽ 2 കപ്സിനെ ഹോപ്സിനെയാണ് കാണിക്കുന്നത്. പക്ഷെ ആ ഒരു 2 കപ്സ് ഉള്ളത് ഈ ഒരു വ്യക്തി മൈൻഡ് ചെയ്യുന്നില്ല. വേണം എന്നുണ്ടെങ്കിൽ ആൾക്ക് വരാം, കാരണം അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൗണ്ടറീസോ ഒന്നും അല്ല നിങ്ങൾ. എനിക്ക് തോന്നുന്നു നിങ്ങൾ മിക്ക വ്യൂവേഴ്സും ഈ ഒരു വ്യക്തി വന്ന് ജസ്റ്റ് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ച് തീരാത്ത പിണക്കങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ അവരോട്. പക്ഷെ അവർ സംസാരിക്കാത്തതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ നിങ്ങൾക്ക് നന്നായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളുടെ വ്യൂവേഴ്സിന്റെ എനർജീസ് ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അത്രയ്ക്കും ദേഷ്യവും കാര്യങ്ങളും ഒന്നും നിങ്ങൾക്ക് ഇവരോട് കാണില്ല. ഓക്കെ, പക്ഷെ ഇതിലെ ഈ ഒരു കണക്ഷന് ഈ ഒരു വ്യക്തിക്കാണെങ്കിലും മുന്നോട്ടേക്ക് വന്ന ഒരു ആക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് പാസ്റ്റ് ഇഷ്യൂസിനെ ഹീൽ ചെയ്യണം. പാസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ ഫോർഗറ്റ് ചെയ്തിട്ട് അതിനെ ഫൊർഗീവ് ചെയ്തിട്ട് നിങ്ങളോട് ഫൊർഗീവ് ചെയ്തതിന് ശേഷമായിരിക്കണം ഈ ഒരു വ്യക്തി റിട്ടേൺ വരുന്നുണ്ടാവുക. പക്ഷെ റിട്ടേൺ വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി മസ്റ്റ് ആണ്. നമുക്ക് പാസ്റ്റിൽ നിന്നുകൊണ്ട് ഒരിക്കലും പാസ്റ്റിൽ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നുള്ള ഒരു എനർജിയിൽ നിന്നുകൊണ്ട് ഒരു ബന്ധങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരുപക്ഷെ നിങ്ങളുടെ എനർജീസ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ എനർജീസും സെയിം തന്നെയാണ്. ആ ഒരു എനർജി എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. ഒരു ചെറിയ റീഡിംഗ് ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ഹിറ്റ് ബെൽ ഐക്കൺ. ഡോണ്ട് ഫോർഗെറ്റ്. ബൈ ഗൈസ്, സീ യു.